പണ്ഡിതനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവ്യന്യാസിയോസ് രണ്ടാമൻ തിരുമേനി സ്ഥാപിച്ച MT സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ 133 വർഷങ്ങളായി വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വിളക്കായി നിലകൊള്ളുന്നു. അക്കാഡമിക് മികവിനൊപ്പം മൂല്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുകയാണ് ഈ സ്ഥാപനത്തിന്റെ ദൗത്യം. 2025 ജൂണിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. ഫാദർ ബ്രിജിത് കെ ബേബിയുടെ അനുഗ്രഹ പ്രഭാഷണവും വാർഡ് കൗൺസിലർ ശ്രീമതി ജയ ജോസഫിന്റെ ഉദ്ഘാടനവും ചടങ്ങിന് ആത്മാർത്ഥത നൽകി. 2025 ജൂലൈ 10 മികവ് എന്ന പേരിൽ സ്ഥാപക ദിനാഘോഷവും MGOCSM പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. അഭിവന്യ ഡോക്ടർ എബ്രാഹിം മെത്രാപ്പോലീത്തയുടെ ഉദ്ഘാടന സന്ദേശം വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 1988 വിദ്യാർത്ഥികളും 82 അധ്യാപക അനധ്യാപകരും ചേർന്നതാണ് MD സെമിനാരി കുടുംബം. പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ജോണിന്റെയും ഹെഡ്മാസ്റ്റർ ഡാനിഷ് P ജോണിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ മുന്നേറുന്നു. 2025-26 അധ്യയന വർഷത്തിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ വിപുലമായ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. ആധുനിക സൗകര്യങ്ങളോടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കി. 2025 മാർച്ചിൽ നടന്ന പരീക്ഷകളിൽ SSLC 100% വിജയവും +2 78% വിജയവും കൈവരിച്ച് സ്കൂൾ അക്കാഡമിക് മികവ് തെളിയിച്ചു. വിവിധ ക്ലബ്ബുകൾ, NSS നാഷണൽ സർവീസ് സ്കീം സമൂഹവുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരമാണ് NSS കുട്ടികൾക്ക് നൽകുന്നത്. സഹവാസ ക്യാമ്പുകൾ, ശുചിത്വ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയിലൂടെ സാമൂഹിക ഉത്തരവാദിത്വം വളർത്തുന്നു. NCC നാഷണൽ കഡറ്റ് ക്രോപ്സ് NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശസ്നേഹവും സേവന മനോഭാവവും വളർത്തുന്ന ക്യാമ്പുകളും പരിശീലനങ്ങളും നടന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് കുട്ടികളിൽ സഹകരണം, സേവന മനോഭാവം, പ്രകൃതി സ്നേഹം എന്നിവ വളർത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. SPC യൂണിറ്റ് ശാസനയും ഉത്തരവാദിത്വ ബോധവും വളർത്തുന്ന പരിശീലനങ്ങൾ നൽകി. പരേഡ്, സാമൂഹിക ഇടപെടൽ പരിപാടികൾ എന്നിവ ശ്രദ്ധേയമായി. ജൂനിയർ റെഡ് ക്രോസ് JRC ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് എയ്ഡ് പരിശീലനങ്ങളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. മനുഷ്യസ്നേഹവും സേവന മനോഭാവവും കുട്ടികളിൽ വളർത്തുന്നതിൽ JRC നിർണായകമാണ്. ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിലൂടെ കുട്ടികൾക്ക് റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ മേഖലകളിൽ അടിസ്ഥാന പരിശീലനം നൽകി. നവീന ആശയങ്ങൾക്ക് ചിറകു നൽകുകയാണ് ഈ സംരംഭം. സോഷ്യൽ സർവീസ് ക്ലബ് സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി സഹായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വൃദ്ധസദനം സന്ദർശനം, സഹായ വിതരണം എന്നിവ കുട്ടികളെ കരുണയുടെയും സഹാനുഭൂതിയുടെയും പാതയിലേക്ക് നയിച്ചു. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ, ശാസ്ത്രമേളകൾ, പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ശാസ്ത്രീയ ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്തുന്നതിൽ ഈ ക്ലബ് പ്രധാന പങ്ക് വഹിച്ചു. IT ക്ലബ്ബ് കുട്ടികളെ ഡിജിറ്റൽ ലോകത്തോട് പരിചയപ്പെടുത്തി. പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ ഡിസൈൻ, സൈബർ സുരക്ഷാ ബോധവൽക്കരണം എന്നിവയിലൂടെ സാങ്കേതിക നൈപുണ്യം വർദ്ധിപ്പിച്ചു. ക്വിസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ, സബ് ജില്ലാതല ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിൽ ഈ ക്ലബ് മികച്ച പങ്കുവഹിച്ചു. ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിച്ചു. സൗഹൃദ ക്ലബ് മാനസികാരോഗ്യ ബോധവൽക്കരണവും കൗൺസിലിംഗ് പ്രവർത്തനങ്ങളും നടത്തി. കുട്ടികൾക്ക് സുരക്ഷിതവും സൗഹൃദപരവുമായ അന്തരീക്ഷം ഉറപ്പാക്കി. സ്പോർട്സ് ക്ലബ് 2025-26 അധ്യയന വർഷം സ്പോർട്സിൽ ചരിത്ര നേട്ടങ്ങളുടെ വർഷം. കോട്ടയം ഈസ്റ്റ് സബ് ജില്ലാ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. അത്ലറ്റിക്സിൽ ബോയ്സ് ടീം ഓവറോൾ ചാമ്പ്യന്മാർ. സംസ്ഥാന തലത്തിൽ 24 കുട്ടികൾ പങ്കെടുത്തു. ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത ഹന്ന കിസിയ, സാബിൻ, മുഹമ്മദ്, ശ്രീഹരി V, ഗൗതം C തുടങ്ങിയവർ. കായിക പരിശീലകരുടെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെയും സമർപ്പണം. സോഷ്യൽ സയൻസ് ക്ലബ്ബ് വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധം, പൗരബോധം, ചരിത്രാവബോധം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവ വളർത്തുന്നതിനായി സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഈ അക്കാദമിക് വർഷത്തിൽ സജീവമായി പ്രവർത്തിച്ചു. വിവിധ തലങ്ങളിലായി നടന്ന സാമൂഹ്യ ശാസ്ത്രമേളകളിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാനതല സാമൂഹ്യ ശാസ്ത്രമേളയിൽ J6 ക്ലാസ്സിലെ നികെ മനോജ് പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനവും A ഗ്രേഡും നേടി. സ്കൂൾ നേട്ടങ്ങൾ 2025-26 അധ്യയന വർഷത്തിൽ സ്കൂൾ കലോത്സവവും യുവജനോത്സവവും കലാ
സാംസ്കാരിക മികവിന്റെ ഉജ്ജ്വല വേദികളായി മാറി. സ്കൂൾ തല കലോത്സവം 2025 ഓഗസ്റ്റ് 8 പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാ ഇനങ്ങളിലായി കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. മുൻവർഷം NCC കേഡറ്റുകൾ ആയ 2 വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ MBBSനും BDSനും അഡ്മിഷൻ ലഭിച്ച സന്തോഷവാർത്ത പങ്കുവച്ചു. ഇത്തരത്തിൽ കേരളത്തിൽ 5 വിദ്യാർത്ഥികൾക്കാണ് NCC ക്വാട്ടയിൽ അഡ്മിഷൻ ലഭിച്ചത്. അതിൽ 2 പേർ നമ്മളുടെ വിദ്യാലയത്തിൽ നിന്നാണ് എന്നത് ഏറെ അഭിമാനമാണ്. NCCയുടെ ചുമതലക്കാരനായ ക്യാപ്റ്റൻ സതീഷ് തോമസ് ജോൺ സാറിനും മറ്റ് അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും അഭിനന്ദനങ്ങൾ. അക്കാഡമിക് രംഗത്ത് മികച്ച വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ വാസുകി AS, ശ്രീ ഉമേഷ് NAAS എന്നിവർ വിദ്യാലയത്തിൽ സന്ദർശനം നടത്തുകയും സ്കൂൾ മാഗസിന്റെ കവർ പേജ്, സ്കൂൾ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഫണ്ട് കൈമാറൽ എന്നീ ചടങ്ങുകൾ നിർവഹിക്കുന്നു. ഉപജില്ല തല യുവജനോത്സവത്തിൽ MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ദേശാഭിമാനി അക്ഷരമുറ്റം മത്സരങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാതല ചാമ്പ്യൻഷിപ്പ് നേടി. തൃശൂർ വച്ച് നടന്ന സംസ്ഥാനതല യുവജനോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും വട്ടപ്പാട്ട് ടീമിനും മാപ്പിളപ്പാട്ട് മത്സരത്തിൽ അഫ്നാനും ഷാഫിക്കും A ഗ്രേഡ് ലഭിച്ചു. സ്വച്ഛ ഭാരത് അഭിയാന്റെ ഈ വർഷത്തെ പദ്ധതിയായ സ്വച്ഛത പക്വാട സംസ്ഥാനതല ഉദ്ഘാടനം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുകയുണ്ടായി. പ്രസ്തുത സമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി അവർകൾ പങ്കെടുക്കുകയുണ്ടായി. വിശാലമായ ലൈബ്രറി, പഠനയാത്രകൾ, സജീവമായ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാം കൂടി പഠനത്തെ ജീവിതാനുഭവമാക്കുന്നു. ഭവന നിർമ്മാണം മനുഷ്യ സ്നേഹത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ഉജ്ജ്വല മാതൃക. സ്കൂൾ സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമന് തിരുമേനിയുടെ ചരമശതാബ്ദി സ്മരണാർത്ഥം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ച മഹത്തായ സാമൂഹിക പദ്ധതിയാണ് ഭവന നിർമ്മാണം. സമൂഹത്തിലെ പിന്നാക്കാവസ്ഥയിലുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി സ്കൂളിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ്. ഇതുവരെ 18 ഭവനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 19ാമത്തെ ഭവനത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരൊരുമിച്ച് കൈകോർക്കുന്ന ഈ പ്രവർത്തനം കുട്ടികളിൽ മനുഷ്യസ്നേഹം, സഹാനുഭൂതി, സേവന മനോഭാവം എന്നിവ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. യാത്രാമംഗളങ്ങളും ഉപസംഹാരവും. ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരുടെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയുടെയും മാനേജ്മെന്റിന്റെയും അനുഗ്രഹത്തോടെ MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ ഭാവിയിലേക്കുള്ള ആത്മവിശ്വാസമുള്ള യാത്ര തുടരുന്നു.